ഹലോ, അപ്പൊ ഇന്നത്തെ എന്റെ പരീക്ഷണ ഐസ്ക്രീം ആട്ടോ. ഞാൻ സ്ട്രോബെറിയുടെ ഐസ്ക്രീം പൗഡറാണ് എടുത്തേക്കുന്നത്. ഒരു പാലും എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കി നോക്കുന്നത്, അതുകൊണ്ട് എന്താവുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചായച്ചുരത്തിന്റെ അതോടെ ഒരു പാൽ ഒഴിച്ചിട്ട് ശകലം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു ഐസ്ക്രീം പൗഡർ അതിൻ്റെ അതോട് തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇളക്കില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പൊ അതേ ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നപ്പോഴത്തേന് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തണുത്തപ്പോൾ ഞാനൊന്ന് ഫ്രീസർ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേന്ന് ഞാൻ എടുത്തത് ഒന്ന് ജാറിലോട്ടാക്കിയിട്ട് ഐസ്ക്രീം പോലൊക്കെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. അപ്പൊ ഞാൻ വീണ്ടും ഒരു ജാറിൽ നിന്നൊന്ന് മാറ്റിയിട്ട് ഒരു കിണ്ണിക്ക് അതോടാക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രീസ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആദ്യത്തെ കൂട്ടല്ലായിരുന്നു, നല്ലൊരു ക്രീമി സ്ട്രക്ചർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീണ്ടും ജാറിലോട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. മൊത്തം ഞാൻ 2 വട്ടം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കറക്റ്റ് ഐസ്ക്രീമിന്റെ ഒരു പരുവത്തിലോട്ട് എത്തിയത് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കൂട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു കാണാനൊക്കെ. അങ്ങനെ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പാത്രമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലോട്ടൊന്ന് ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ഐസ്ക്രീം എന്നത്തോടത്ത് മാറ്റി കൊടുത്തു. അപ്പൊ ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇതുവരെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ അത്രയും ഒരു സോഫ്റ്റ് ഒന്നും കാണത്തില്ല, എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.